അപ്പം ഈ അമാവാസിയുടെയും പൗർണമിയുടെയും പ്രാധാന്യം എന്താണ് ജീവിതത്തിൽ യഥാർത്ഥത്തിൽ? അമാവാസി ദിവസങ്ങളിൽ നമുക്ക് കടങ്ങൾ തീരാനായിട്ട് മഞ്ഞ തുണി, മറ്റത് പച്ച, ഇത് മഞ്ഞ തുണിയിൽ കല്ലുപ്പ്, ഒരു മഞ്ഞളിൻ്റെ കഷ്ണം, വയമ്പ്, കർക്കിടക വാവ്, കുംഭത്തിലെ വാവ്, തുലാവാവ്, വൈശാഖം തുടങ്ങുമ്പോൾ വാവ്, ഇങ്ങനെ കുറേ വാവുകളൊക്കെ പ്രധാനപ്പെട്ടിട്ടുണ്ട്. ആ വാവുകളിലൊക്കെ ബലിയിട്ടാൽ വളരെ നല്ലതാണ്. ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ നെഗറ്റീവ് എനർജി ധാരാളം വന്നു കയറുന്ന സമയമാണ് ഈ അമാവാസി. അപ്പോൾ അമാവാസി രാത്രി പിന്നെ ചൊവ്വ, വെള്ളി, ഞായർ കല്ലുപ്പും മഞ്ഞപ്പൊടിയിട്ട് തുടയ്ക്കും വീടൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിൽ നെഗറ്റീവൊക്കെ പോകും. നെഗറ്റീവ് പോയാൽ നമുക്ക് ധനം വരികയല്ലേ. അപ്പം ഈ അമാവാസിയുടെയും പൗർണമിയുടെയും പ്രാധാന്യം എന്താണ് ജീവിതത്തിൽ യഥാർത്ഥത്തിൽ? ഇതിൽ ഈ സമയങ്ങളിൽ നമ്മൾ എന്തെങ്കിലും പൂജ ചെയ്താലോ മന്ത്രങ്ങൾ ജപിച്ചു കഴിഞ്ഞാലോ എന്തെങ്കിലും ഫലങ്ങൾ ഉണ്ടാകുമോ? നമസ്കാരം. പൗർണമി എന്ന് പറഞ്ഞാൽ പൂർണ്ണചന്ദ്രൻ ഉള്ള സമയമാണ്. അതായത് ചന്ദ്രൻ പൂർണ്ണതയിലേക്ക് വരുന്ന ദിവസമാണ് പൗർണമി എന്ന് പറയുന്നത്. അപ്പോൾ ദേവിക്ക് പ്രാധാന്യമുള്ള ദിവസമാണ് പൗർണമി. ഈ പൗർണമി ദിവസത്തിൽ നമുക്ക് ദേവീക്ഷേത്രം മഹാദേവൻ ദേവി ഒന്നാണല്ലോ, മഹാദേവ ക്ഷേത്ര ദർശനം, ദേവീക്ഷേത്ര ദർശനം നടത്തുകയും നെയ്വിളക്ക് എത്തിക്കുകയും അതുപോലെ തന്നെ വെളുത്ത പുഷ്പങ്ങൾ കൊണ്ട് നമുക്ക് ഭാഗ്യസൂക്തം കഴിക്കാൻ കാര്യങ്ങൾ നടക്കും. അത്ര പവർഫുള്ളായ ദിവസമാണ്. അന്നത്തെ ദിവസം മൂൺ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ വൈകുന്നേരം സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഈ മാവിളക്കുന്ന സമ്പ്രദായമുണ്ട്, തമിഴ്നാട്ടിലുള്ള സമ്പ്രദായം. ഈ അരിമാവും നെയ്യും പാലും ഒക്കെ കുഴയ്ക്കും, പച്ചവെള്ളവും ചേർക്കില്ല, കുഴച്ച് അതിനകത്ത് ഏലക്കായൊക്കെ ഇട്ട് കുഴച്ചിട്ട് അതിനെ ഇങ്ങനെ ബോൾ പോലെയാക്കും. എന്നിട്ട് നടുക്കൊരു തുഴ വയ്ക്കുമ്പോൾ ഒരു ഓട്ട പോലെ ഉണ്ടാവും, നല്ല രസമുള്ളത്. അതിനകത്ത് നെയ്യ് ഒഴിച്ച് വിളക്കത്തിക്കും, മാവിളക്ക് എന്ന് പറയും. അതൊക്കെ കത്തിച്ച് നമ്മുടെ ഈ ജോലിയുടെ തടസ്സങ്ങളിങ്ങനെ മാറും. ഇപ്പം തൊഴിൽ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പൗർണമിക്ക് മാവിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. തമിഴ്നാട്ടിലൊക്കെ ക്ഷേത്രങ്ങളുണ്ട്, പക്ഷെ നമുക്ക് വീടുകളിൽ ചെയ്യാം. അപ്പോൾ ദേവിക്ക് പ്രാധാന്യം, ദേവി പൂജ ചെയ്യാം, ലക്ഷ്മി പൂജ ചെയ്യാം അന്നത്തെ ദിവസങ്ങളിൽ. പിന്നെ ഈ ഏലക്ക കൊണ്ട് മാല കോർത്തിടും ദേവിക്ക്. ഈ ഏലക്ക നമുക്ക് ചായയിലും ഭക്ഷണത്തിലൊക്കെ എടുക്കാം, പാൽപ്പായസം ഉണ്ടാക്കി വയ്ക്കും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. ഒന്നുമില്ലെങ്കിൽ പാലകനും കാച്ചി വയ്ക്കാം, കാരണം വെളുത്ത സാധനങ്ങളാണ് കൂടുതലായിട്ടും. ഈ ദിവസം നമ്മൾ അന്തരീക്ഷത്തെ നോക്കി, അതായത് ചന്ദ്രൻ ഉദിക്കുമല്ലോ, അപ്പോൾ ആ സമയത്ത് ഒരു ഗ്ലാസ്സിലോ അല്ലെങ്കിൽ ഗ്ലാസ് ബോട്ടിലോ വെള്ളം എടുത്തിട്ട് ലളിതാ സഹസ്രനാമം ജപിക്കുക. അതവിടെയെങ്കിലും വെച്ചിട്ട് വയ്ക്കാതെ പറഞ്ഞു പോകും. എന്നിട്ട് ലളിതാ സഹസ്രനാമം ജപിച്ച് കഴിഞ്ഞിട്ട് ഈ വെള്ളം എടുത്ത് അടച്ച് നമ്മുടെ ആഗ്രഹം പറയാം. അതിലേക്ക് ആഗ്രഹം എന്താണെന്ന് പറഞ്ഞിട്ട് അടച്ചു വയ്ക്കുക. മക്കളുടെ കാര്യങ്ങളൊക്കെ പറയാം. അടച്ചു വെച്ചിട്ട് ജനലിൻ്റെ അടുത്ത് വയ്ക്കുക, കിച്ചൻ്റെ അടുത്ത് എവിടെയെങ്കിലും. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ ഉടനെ ഇത് കുടിക്കുക, സൂര്യോദയത്തിന് മുമ്പ്. അപ്പോൾ അങ്ങനെ കുടിച്ചു കഴിയുമ്പോൾ നമ്മുടെ ആഗ്രഹം ഒരു 2-3 പൗർണമി ആകുമ്പോഴേക്കും ആഗ്രഹം നടക്കും. ഒന്ന്, ലളിതാ സഹസ്രനാമം ജപിക്കാൻ അറിയാത്തവരെന്ത് ചെയ്യും? അവർ നമഃശിവായല്ല, ഈ ചന്ദ്രനെ നോക്കി നമഃശിവായല്ല, മെഡിറ്റേഷൻ ചെയ്യാം, ധ്യാനിക്കാം, മെഡിറ്റേഷൻ ചെയ്യാം. ഈ വെള്ളം എല്ലാവർക്കും കൊടുത്തു വയ്ക്കാം. അതിന് പ്രത്യേകം പ്രാർത്ഥിച്ചുള്ള ആ വെള്ളത്തിൽ നോക്കി നമ്മുടെ ആഗ്രഹങ്ങൾ പറഞ്ഞിട്ട് അടച്ചു വെച്ച് പിറ്റേ ദിവസം എടുത്ത് കുടിക്കാം. ഇനി കുടുംബത്തിൽ മൊത്തത്തിലാണെങ്കിലോ, മൊത്തത്തിലൊരു വലിയ ഗ്രൂപ്പിലെടുത്തിട്ട് കുടുംബത്തിൻ്റെ മൊത്തം കാര്യമാണെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് എല്ലാവരും കുറേശ്ശെ കുടിക്കാം. എന്തായാലും സൂര്യോദയം കുടിക്കണം. സൂര്യാസ്തമയത്തിന് ശേഷം വെച്ച് സൂര്യോദയം പിറ്റേ ദിവസം കുടിച്ചിരിക്കണം, എങ്കിലും അതിന് പവർഫുള്ളുള്ളൂ. അപ്പോൾ ഈ പൗർണമി പൂജകളുണ്ട് അമ്പലങ്ങളിലൊക്കെ. പൗർണമി പൂജ പാർവതി ദേവിക്ക് ദേവി ക്ഷേത്രങ്ങളാണ് കൂടുതലായിട്ടും കാണുന്നത്. ഈ പൗർണമി പൂജ നടത്തുന്നത് ദേവി പൂജയാണത്. അത് ദേവിക്കുള്ള പൂജയാണത്. അപ്പോൾ ഹനുമാൻ ക്ഷേത്രത്തിലൊക്കെ ഉണ്ട് പൗർണമി പൂജ, അത് പകലാണ്. സാധാരണ ക്ഷേത്രങ്ങളിലൊക്കെ വൈകുന്നേരമാണ്. ഈ ആഗ്രഹ സബലീകരണത്തിന് തന്നെയാണോ പൗർണമി പൂജ? ദാമ്പത്യ ഐക്യത്തിന് നല്ലതാണ്. ഇപ്പോൾ ചന്ദ്രൻ നീചാവസ്ഥയിലുള്ള ആൾക്കാർ, ചന്ദ്രൻ വൃശ്ചിക രാശിയിൽ 12 തൃക്കേട്ട വിശാഖ അവസാനം അവർക്കൊക്കെ ചന്ദ്രൻ നീചത്തിലാണ്. പിന്നെ അതേപോലെ അമാവാസിക്ക് ജനിച്ച ആൾക്കാരുണ്ടാവും, ചന്ദ്രനും ആദിത്യനും കൂടി ഒന്നിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അവർക്കൊക്കെ മനസ്സിന് ബലം ഉണ്ടാവില്ല എപ്പോഴും. അവിടെ ഈ ദുർബലം, ഈ ആത്മാവൊക്കെ കയറിയത് അങ്ങനെയാണല്ലോ. അപ്പോൾ ഈ ദൗർബല്യമുള്ള ആൾക്കാർക്ക് മനസ്സിന് കട്ടി ഉണ്ടാവാനായിട്ട് ഇത് പൗർണമി പൂജ ചെയ്യാം. പിന്നെ ചിലരുടെ ജാതകത്തിൽ 10ാം ഭാവം കർമ്മത്തിൽ ചന്ദ്രൻ നിൽക്കുകയാണെങ്കിൽ അവർക്ക് ബലം ഉണ്ടാവില്ല. അതായത് 15 ദിവസം സന്തോഷമാണെങ്കിൽ അവരെന്തൊക്കെ ജോലി ചെയ്താലും 15 ദിവസം കഴിയുമ്പോൾ വീണ്ടും പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ അത് പരിഹരിക്കാനായിട്ട് പൗർണമി പൂജ ചെയ്യാം. പൗർണമി പൂജ സാധാരണയായിട്ട് സിംഗിളായിട്ട് ചെയ്യും, ഭാര്യ ഭർത്താവിൻ്റെ കൂടെ ഒന്നിച്ച് ചെയ്യാം. ഈ പൗർണമി പൂജ ചെയ്താൽ നമ്മുടെ ദോഷങ്ങൾ, നമ്മൾ ഭാഗ്യം അഭിവൃദ്ധി ഉയരുന്ന പറയുന്നത്, ഭാഗ്യാഭിവൃദ്ധി നടക്കാൻ വേണ്ടിയാണ് പൗർണമി പൂജ ചെയ്യുന്നത്. ഇപ്പോൾ തിരുവഞ്ചിക്കുളത്തൊക്കെ പൗർണമി പൂജയുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ കല്യാണ തടസ്സങ്ങൾ മാറാനായിട്ട്. അങ്ങനെ ഓരോ സങ്കല്പത്തിലും ചെയ്യുന്നുണ്ട്. ശരിക്കും എന്തിനാണ് ചെയ്യണമെന്ന് വെച്ചാൽ നന്മ ഉണ്ടാവാൻ,
പ്രോസ്പെരിറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ പൗർണമി പൂജ ചെയ്യുന്നത്. ഇപ്പം നമുക്ക് വീടുകളിൽ ലക്ഷ്മിയെ പൂജ ചെയ്യും പൗർണമിക്ക്, അത് വെച്ച് ഇങ്ങനെ ഐശ്വര്യം ഉണ്ടാവാൻ. പിന്നെ പരദേവതയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പരദേവത അറിയാത്തവരാണ് ഈ അവില്, മലര്, ശർക്കര, 5 കൂട്ടം അവില്, മലര്, ശർക്കര, മുന്തിരിങ്ങ, ഇങ്ങനെ കൽക്കണ്ടൊക്കെ വെച്ച് ദുർഗേ ദുർഗേ രക്ഷിണി സ്വാഹാന്ന് ചൊല്ലും. അത് നല്ലതാണ്. ചന്ദ്രന് ബലമില്ലാത്തവരെ ദുർഗേ രക്ഷിണി സ്വാഹാന്ന് രാവിലെയും വൈകുന്നേരവും 108 പ്രാവശ്യം ജപിച്ചത് നല്ലതാണ്. ഇങ്ങനെ പല രീതികളിലും നല്ലതാണ് പൗർണമി പൂജ. പിന്നെ ആഗ്രഹ സാഫല്യത്തിന് നല്ലതാണ്. ലക്ഷ്മി ദേവി വീട്ടിലേക്ക് വരുന്നത് നല്ലതാണ്. അതിനൊക്കെ വേണ്ടിയാണ് പൗർണമി പൂജ ചെയ്യുന്നത്. മഹാദേവൻ്റെ നെറ്റിയിൽ ചന്ദ്രക്കലയായിട്ടിരിക്കണ്ടല്ലോ, അതിനെയാണ് നമ്മൾ കാണുന്നത്. അതാണ് മഹാദേവൻ്റെ നമശിവായ ചൊല്ലാം എന്ന് പറയുന്നത്. അതാണ് പൗർണമിയെ പറ്റിയുള്ള കാര്യങ്ങൾ. അപ്പോൾ പൗർണമിക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നന്നായിരിക്കും, വളരെ പെട്ടെന്ന് ഗുണം വരും. പിന്നെ ധനം ഉണ്ടാവാനായിട്ട് ചിലർ ഇപ്പം ഈ തമിഴ്നാട്ടിലൊക്കെ ഉള്ള സമ്പ്രദായമാണ് ഈ മല്ലിയുടെ വേരില്ലേ, മല്ലിയുടെ വേരും പിന്നെ ഈ ജാതിക്കയും കൂടി കിഴി കെട്ടി വയ്ക്കും. കിഴി കെട്ടി വെച്ച് പൈസ നോണയും വെച്ച് കിഴി കെട്ടി വയ്ക്കും. അത് പച്ച തുണിയിലാണ് കെട്ടി വയ്ക്കുക. കെട്ടി വെച്ച് കഴിയുമ്പം നമുക്ക് ധനം വയ്ക്കുന്നിടത്ത് വയ്ക്കും. സങ്കല്പമാണ്, ധനം ഉണ്ടാവും എന്നാണ് പറയണത്. പിന്നത്തെ മാസമാകുമ്പോൾ എടുത്ത് വെള്ളത്തിൽ കളിട്ട് വേറെ വയ്ക്കും. പൈസ മാത്രം ഭണ്ഡാരത്തിലിടും. അങ്ങനെ ഒരു സമ്പ്രദായമുണ്ട് പൗർണമിക്ക്. അതൊക്കെ ഓരോ നാടുകളിലെ ഓരോ സമ്പ്രദായം. പക്ഷേ ഇഫക്റ്റീവാണത്. ഈ മാർവാടികൾക്ക് ചെയ്യുന്ന കാര്യം അത്. മല്ലിയുടെ വേരുണ്ട്, നമ്മൾ മല്ലിക്കല മേടിക്കുമല്ലോ സാധാരണ, അതിൻ്റെ വേരും ഈ ജാതിക്കയും കൂടി എടുത്ത് മല്ലിയുടെ ഉണക്കാൻ വയ്ക്കും. ഉണക്കിയിട്ട് വേരും കൂടി ഒരു മഞ്ഞ തുണി കിഴിയേറ്റി പൈസ വയ്ക്കുന്നിടത്ത് വയ്ക്കും. അത് കഴിഞ്ഞ് അടുത്ത മാസം വയ്ക്കുമ്പോൾ എടുത്ത് മാറ്റും. അത് ധനം ഉണ്ടാവാനായിട്ട് വയ്ക്കണതാണ്. അപ്പോൾ ഈ അമാവാസിയിലോ? ഇത് പൗർണമിയുടെ കാര്യം കഴിഞ്ഞിട്ടില്ല. അങ്ങനെയാണ് പൗർണമിക്ക് ചെയ്യുന്ന കാര്യങ്ങൾ. പൗർണമിക്ക് എന്ത് ചെയ്ത കാര്യങ്ങൾ ചെയ്താലും നല്ലതാണ്. പൗർണമിക്ക് എന്ത് ശുഭകാര്യങ്ങൾ ചെയ്താലും നല്ലതാണ്. അത് പൗർണമിയാണെന്ന് വെച്ചിട്ട് നക്ഷത്രം കർത്തദോഷം കൊണ്ട് നോക്കണം. ഇപ്പം ചോദ്യ നക്ഷത്രക്കാരൻ അനിഴ നക്ഷത്രത്തിലാണ് പൗർണമി വന്ന് എന്ത് ചെയ്യും? അവർക്കുള്ളില്ല. അത് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. എല്ലാവരും ഒരാൾ ചെയ്യുന്നുണ്ട് മറ്റുള്ളവർക്ക് ചെയ്യാൻ പാടില്ല. അപ്പോൾ ആ ദിവസം അവർക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അതാണ് പൗർണമിയുടെ പ്രാധാന്യം. പൗർണമി ദിവസം 4 പ്രദക്ഷിണം വെച്ച് ദേവീക്ഷത്തിൽ തൊഴുത് നെയ്വിളക്ക് എത്തിച്ചാൽ തന്നെ കുറേ മാറ്റങ്ങൾ വരും. അതാണ് പൗർണമി. ഇനിയിപ്പോൾ അമാവാസി ചോദിച്ചല്ലോ. അമാവാസി എന്ന് പറഞ്ഞാൽ കറുത്ത വാവ്. അത് ചന്ദ്രനെ കാണാൻ പറ്റില്ല, ഇരുട്ടല്ലേ, ഇരുട്ടായിരിക്കും മൊത്തം. അമാവാസി എന്താണ്? പിതൃപ്രീതിയാണ് വരുന്നത്. പിതൃക്കൾക്കാണ് ഏറ്റവും നല്ലത്. അമാവാസി ബലിയിടുക, ശ്രാദ്ധം ചെയ്യാം, അതൊക്കെ അമാവാസിക്ക് എഴുതാം. അമാവാസി ദിവസങ്ങളിൽ നമുക്ക് കടങ്ങൾ തീരാനായിട്ട് മഞ്ഞ തുണി, മറ്റത് പച്ച, ഇത് മഞ്ഞ, യെല്ലോ, മഞ്ഞ തുണിയിൽ കല്ലുപ്പ്, ഒരു മഞ്ഞളിൻ്റെ കഷ്ണം, വയമ്പ്, ഒരു നാണയം, പിന്നെ സ്വർണ്ണം ഉണ്ടെങ്കിൽ വയ്ക്കുക, അല്ലെങ്കിൽ എഴുതി വയ്ക്കും സ്വർണ്ണം എഴുതിയിട്ട്. അത് കിഴി കെട്ടി മുൻവശത്ത് തൂക്കിയിട്ടാൽ, വീടിൻ്റെ മുൻവശത്ത് തൂക്കിയിടും, അല്ലെങ്കിൽ വടക്കിഴക്ക് വശത്ത് തൂക്കിയിട്ടാൽ ഇത് സ്വർണ്ണം എടുപ്പിക്കാൻ പറ്റും. ഇത് കടങ്ങളൊക്കെ തീരും. അങ്ങനെ ഒരു സത്യമുള്ളതൊക്കെ അങ്ങനെ ഒരു സമ്പ്രദായമുണ്ട്. അത് പകലാണ് ചെയ്യണത്. മറ്റത് സന്ധ്യയ്ക്ക് ശേഷം ചെയ്യണത്. പൗർണമിക്ക് നമുക്ക് സന്ധ്യയ്ക്ക് ശേഷം പച്ച തുണിയിൽ, ഇത് മഞ്ഞ തുണിയിൽ പകലാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നല്ലത്. അമാവാസിക്കുന്ന പിതൃപ്രീതിയാണ്. പിതൃക്കൾക്ക് നമ്മൾ അന്നം കൊടുക്കുക, അല്ലെങ്കിൽ പിതൃ നമസ്കാരം നടത്തുക, പിതൃക്ക് വാവ് ബലിയിടുക. അത് പ്രധാനപ്പെട്ട വാവുകളുണ്ട്. എല്ലാ വാവിനും ബലിയിടുന്നവരുണ്ട്. പ്രധാനപ്പെട്ട വാവുകളുണ്ട്. കർക്കിടക വാവ്, കുംഭത്തിലെ വാവ്, തുലാവാവ്, വൈശാഖം തുടങ്ങുമ്പോഴുള്ള വാവ്, ഇങ്ങനെ കുറേ വാവുകളൊക്കെ പ്രധാനപ്പെട്ടിട്ടുണ്ട്. ആ വാവുകളിലൊക്കെ ബലിയിട്ടാൽ വളരെ നല്ലതാണ്. വാവും ശ്രാദ്ധമൊന്നും വ്യത്യാസമുണ്ട്. ശ്രാദ്ധം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർ മരിച്ചു കഴിഞ്ഞിട്ട് ചെയ്യുന്നതാണ് ശ്രാദ്ധം. വാവെന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ ഏതെങ്കിലും കുഞ്ഞുങ്ങളൊക്കെ മരിച്ചിട്ടുണ്ടാവുമല്ലോ. ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ല ആത്മാവിൻ്റെ, അതിനൊക്കെ അത് മോക്ഷം കൊടുക്കാനാണ് വാവ് ബലി. ശ്രാദ്ധം എന്ന് പറഞ്ഞ ഒരാൾ മരിച്ച നക്ഷത്രത്തിലാണ് ചെയ്യുക. അത് വ്യത്യാസം കിട്ടും. ശ്രാദ്ധവും വാവും വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങനെ പിതൃ നമസ്കാരം ദുർമരണപ്പെട്ടവർക്ക് ഇത് ചെയ്യാൻ വാവുബലി ഇടുമല്ലോ. പിന്നെ ഇടും. കുടുംബത്തിൽ അത് ചെയ്യില്ല. ഇപ്പം തരും വാവുബലി. ഒരു വർഷത്തേക്ക് വാവുബലി ഇട്ട് അതിൻ്റെ ദോഷം തീരും. ഒരു വർഷം 12 അമാവാസിയും ബലിയിടണം. അല്ലെങ്കിൽ രാമേശ്വരത്ത് പോയി കർമ്മം ചെയ്യുക. ഇതൊക്കെ നല്ല തിരുനെല്ലി, രാമേശ്വരം, തിരുവല്ലം ഉള്ള സ്ഥലങ്ങളിലൊക്കെ പുണ്യസ്ഥലങ്ങൾ, കാശി, അവിടെയൊക്കെ പോയി ബലിയിട്ടാലൊക്കെ, കാശിക്ക് ദൂരമല്ലേ, രാമേശ്വരത്ത് പോയി ബലിയിടാം. അതൊക്കെ രാമേശ്വരത്ത് ചെയ്താലൊക്കെ നല്ലതാണ്. അപ്പം അങ്ങനെ അമാവാസിക്ക് പിതൃപ്രീതിയാണ് അമാവാസിക്ക്. പിതൃക്കൾ അനുഗ്രഹിച്ചാൽ നമുക്ക് ധനം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. പിതൃക്കൾ ദണ്ണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അതിനാണ് പിതൃപ്രീതി എന്ന് പറയും. പിതൃപ്രീതിക്ക് നമുക്ക് മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാം, പക്ഷികൾക്ക്
കൊടുക്കുന്നവരുണ്ട്. പശുവിന് ഏറ്റവും പ്രധാനം പശുവൊക്കെ ഇല്ലല്ലോ ഇപ്പോൾ കാണാൻ. പശുവിന് പുല്ല് ഇതൊക്കെ കൊടുക്കാം. പിന്നെ അന്നം ദാനം ചെയ്യുക, അരി ദാനം ചെയ്യുക, ക്ഷേത്രങ്ങളിലേക്ക് അരിയൊക്കെ അന്നദാനത്തിന് കൊടുക്കാം. അതൊക്കെ നല്ല കാര്യങ്ങളാണ്. പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അമാവാസിക്ക് പൂജ ചെയ്യാം. ലക്ഷ്മി പൂജ തന്നെ, ഈ പറഞ്ഞ മാതിരി ലക്ഷ്മി പൂജ ചെയ്യണത്. ഏലക്ക മാല ചാർത്താം, പുഷ്പ, അതൊക്കെ തമിഴ് സമ്പ്രദായമാണ്. എങ്കിലും നമുക്ക് പൂജയൊക്കെ ചെയ്യാം. അന്ന് കടുംപായസം വയ്ക്കുക, പാൽപ്പായസം അല്ല. അമാവാസിക്ക് കടുംപായസമൊക്കെ വയ്ക്കാം. അങ്ങനെ ഇതൊക്കെ ചെയ്യാം, നമുക്ക് നല്ലതാണത്. പിന്നെ എന്താ ചെയ്യുന്നത്, ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ നെഗറ്റീവ് എനർജി ധാരാളം വന്നു കയറുന്ന സമയമാണ് ഈ അമാവാസി. അപ്പോൾ അമാവാസി രാത്രി കല്ലുപ്പ് ചെരാതിലോ ഗ്ലാസ് ബൗൾ ഒരുപാട് മതി. ആ ഗ്ലൗസുകൾ എന്തെങ്കിലും പത്രത്തിൽ അല്ലെങ്കിൽ ഒന്നിന് പേപ്പറിലും വയ്ക്കുക, എല്ലാ റൂമുകളിലും വയ്ക്കുക. പേപ്പറിൽ വെച്ചാലും മതി, ന്യൂസ് പേപ്പറിൽ വെച്ചാലും മതി. വച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ഇതെല്ലാം എടുത്തൊരു ബക്കറ്റിലിട്ട് അലിയിപ്പിച്ച് കിച്ചൺ സിങ്കിൽ ഒഴിക്കുക. ടോയ്ലറ്റ് ഒഴിക്കരുത്, കിച്ചൺ സിങ്കിൽ ഒഴിച്ചാൽ ഈ വീട്ടിൽ നെഗറ്റീവൊക്കെ പോകും എല്ലാ മുറിയിലും. അപ്പോൾ പൂജാമുറി ഒഴികെ എല്ലായിടത്തും ടോയ്ലറ്റിൽ പോലും ഈ കല്ലുപ്പ് വയ്ക്കണം. അപ്പോൾ ആ വീട്ടിലെ നെഗറ്റീവ് എല്ലാം കല്ലുപ്പ് വെച്ചാൽ നെഗറ്റീവ് എനർജി പോകും ഉറപ്പാണ്. കല്ലുപ്പ് ഇപ്പോൾ നെഗറ്റീവ് എനർജിയിൽ കല്ലുപ്പ് വെച്ചാൽ അലിഞ്ഞു പോകും പെട്ടെന്ന്. ഇപ്പോൾ ഒരു സ്ഥലത്ത് നെഗറ്റീവ് ഉണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ബൗളിൽ കല്ലുപ്പ് വെച്ച് നോക്കും, പെട്ടെന്ന് അലിയും. മദ്യപാനമൊക്കെ ഉള്ളിടത്തേക്കാണ് പെട്ടെന്ന് അലിഞ്ഞു പോകും. കാരണം അത് നെഗറ്റീവാണുള്ളത് മുഴുവൻ. ഇപ്പോൾ വലിയ മദ്യപാനമൊക്കെ നെഗറ്റീവാണല്ലോ, അപ്പോൾ അങ്ങനെ അലിഞ്ഞു പോകും. അപ്പോൾ ഈ നെഗറ്റീവ് എനർജി കളയാനാണ് നമ്മൾ അമാവാസി നാൾ ഈ കല്ലുപ്പ് വയ്ക്കുന്നത് എല്ലാ റൂമിലും. എന്നിട്ട് അത് ബക്കറ്റിലിട്ട്, ആ കല്ലുപ്പ് തൊടില്ല, അതങ്ങനെ എടുത്തിട്ട് ബക്കറ്റിലേക്ക് ഇട്ടിട്ട് അത് അലിയിച്ച് കിച്ചൺ സിങ്കിൽ ഒഴിക്കും. അതൊക്കെ വളരെ. പിന്നെ തമിഴ്നാട്ടിലെ കുമ്പളങ്ങ ദീപമൊക്കെ ഉണ്ട്, നമ്മളതൊന്നും ചെയ്യാറില്ല. കുമ്പളങ്ങ എടുത്ത് കുമ്പളങ്ങയുടെ പരിപാടിയൊക്കെ ഉണ്ട്, നമ്മൾ ചെയ്യാറില്ല അതൊന്നും. തമിഴ്നാട്ടിലും ബാംഗ്ലൂരൊക്കെ കാണാറുണ്ട്. കുമ്പളങ്ങ എടുത്തിട്ട് കുമ്പളങ്ങ മുറിക്കും, ഇങ്ങനെ സ്ക്വയർ മാതിരി, ഈ ത്രികോണം മാതിരി മുറിച്ച് അത് മാറ്റി വയ്ക്കും. അപ്പോൾ അതിനകത്തേക്ക് മുരുജിയൊക്കെ നിറച്ച് ഈ കുമ്പളങ്ങയുടെ അടപ്പടച്ച് വയ്ക്കും. എന്നിട്ട് കർപ്പൂരം കത്തിച്ച് എല്ലാവരും ഒഴിഞ്ഞിട്ട് ആൻറ്റി ക്ലോക്ക് വൈസും ഒഴിഞ്ഞിട്ട് അതിനെ മുറിച്ചിട്ട് അതിനെ ദൂരെ കൊണ്ട് കളയും. അങ്ങനെ പരിപാടി നമ്മൾ ചെയ്യാറില്ല. അത് നമ്മളിങ്ങനെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഉപ്പ് തന്നെ ചെയ്താൽ മതി. നെഗറ്റീവ് എനർജി ഉപ്പ് ഭയങ്കര സംഭവമല്ലേ. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പുറത്ത് പോയിട്ടൊന്നും നല്ല ഡ്രസ്സ് കേട്ടോ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ഈ കല്ലുപ്പിട്ട് കൈ കഴുകുക, കല്ലുപ്പിട്ട് കുളിക്കുക, തലയിൽ ഒഴിക്കരുത്, മുടി കഴിഞ്ഞു പോകും. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ നെഗറ്റീവ് പോകും. നെഗറ്റീവ് ഉണ്ടാവുമല്ലോ. പിന്നെ ചൊവ്വ, വെള്ളി, ഞായർ കല്ലുപ്പും മഞ്ഞപ്പൊടിയിട്ട് തുടയ്ക്കും വീടൊക്കെ. ഒരുപാട് ഇടരുത്, ഒരു കല്ലുപ്പിട്ടാൽ മതി. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിൽ നെഗറ്റീവൊക്കെ പോകും. നെഗറ്റീവ് പോയാൽ നമുക്ക് ധനം വരികയല്ലേ, പണിയെടുക്കാതെ ധനം വരില്ല. പക്ഷെ ധനം വരാനുള്ള മാർഗ്ഗങ്ങൾ തെളിയും, സോഴ്സ് തെളിയും. ഇപ്പോൾ ജോലിയില്ലാത്ത ഒരാൾക്ക് പഠിച്ച് വെറുതെ ഇരിക്കുകയാണ്, അപ്പോൾ അവർക്കൊരു കോൾ വരും, ജോലിയുടെ ഇൻ്റർവ്യൂ ഒക്കെ ആവശ്യമുണ്ടാവും, കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ നല്ല കാര്യങ്ങളാണ് ഇതൊക്കെ ചെയ്യുന്നത്. അമാവാസി പൗർണമിക്ക് ഭദ്രകാളി ക്ഷേത്രത്തിൽ വഴിപാട് കഴിക്കാം, കടുംപായസം കഴിക്കാം, ദർശനം നടത്താം. ഇതൊക്കെ നല്ലതാണ്.